ഇതെന്ന് നീ എന്തിനാ കീറിയ? മഹാപുരോഹിതൻ പലമുടി പിച്ചിപ്പറിക്കരുതെന്ന് പറഞ്ഞിട്ടില്ലേ? നീ എന്തിനു കീറി? അയ്യപ്പാവ് കുറച്ച് കഴിഞ്ഞാൽ പറയാം, എനിക്ക് തന്നെ അറിയത്തില്ല എന്നാത്തിനാ കീറിയെന്ന്. അങ്ങ് ആ ആവേശത്തിന് പുറത്ത് കീറിയ, പക്ഷെ പ്രമാണം ഞാൻ മറന്നുപോയി, ഞാനങ്ങ് കീറിപ്പോയി. അയ്യപ്പാവെ, ഞങ്ങൾക്കും അറിയത്തില്ലായിരുന്നു നീ എന്തിനാ കീറിയെന്ന്. പക്ഷെ വൈകുന്നേരമായപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലായി നീ എന്തിനാ കീറിയെന്ന്. എന്നാന്നറിയാമോ? യഹൂദന്മാരുടെ ദേവാലയത്തിൽ ഒരു തിരശീലയുണ്ട്, ഒരു തിരശീല. അതിൻ്റെ കനം 4 ഇഞ്ച, അതിൻ്റെ നീളം 70 അടി, അതിൻ്റെ വീതി 30 അടി. അത് 2 കുതിരകളെ അപ്പുറത്തും, ഒരു കുതിര അപ്പുറത്തും ഒരു കുതിര ഇപ്പുറത്തും, 2 ഹോഴ്സ് പവർ കൊണ്ട് വലിച്ചാൽ കീറാത്ത ഒരു സാധനമാണ്. ആ സാധനം ഇവൻ്റെ മരണത്തെങ്കിൽ എന്നാന്നറിയാമോ? ഈ പ്രമാണത്തിൻ്റെ അവസാനത്തെ വസ്ത്രമായിരുന്നു അത്. ദേവാലയം മറച്ചിരുന്ന വസ്ത്രം, അതിവിശുദ്ധ സ്ഥലം മറച്ചിരുന്ന വസ്ത്രം. അത് സ്വർഗം അങ്ങ് കീറിയപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലായി രാവിലെ നിന്നെ കൊണ്ട് അവനാ കീറിപ്പിച്ചെന്ന്. ഇപ്പോഴാണ് ഞങ്ങൾക്കും പിടികിട്ടിയത്. ഞങ്ങൾക്ക് വൈകുന്നേരം ആയപ്പോഴാണ് ഞങ്ങൾക്ക് പിടികിട്ടിയത്. കയ്യഫാവെ, നിനക്കറിയത്തില്ല, ഞങ്ങൾക്ക് മനസ്സിലായി. എന്നാന്നറിയാമോ ഇത് കീറിയതിൻ്റെ കാരണം? ഇനിയും ഈ ശുശ്രൂഷ വേണ്ട, ഇനിയും വേണ്ട ഈ ശുശ്രൂഷ. ഹല്ലേലൂയ. ഇനിയും എൻ്റെ മഹാപുരോഹിതനുണ്ട്, അവൻ്റെ പേര് യേശു എന്നാ. അവൻ്റെ ദേഹമെന്ന തിരശീല കീറി എനിക്ക് വേണ്ടി ഒരു പുതുവഴി തുറന്നു. സ്വർഗത്തിലേക്ക് അവൻ എനിക്ക് വേണ്ടി ഒരു പുതുവഴി തുറന്നു. അവന്റെ പേരാ യേശു. അവൻ കീറിയ തിരശീലയുണ്ടല്ലോ, ഈ ലോകത്തിന്റെ തിരശീലയില്ല, തന്റെ ദേഹമെന്ന തിരശീല അവൻ കീറി. ഹല്ലേലൂയ. അത് കീറിയിട്ട എനിക്ക് നിത്യജീവൻ തന്നത്. വന്നപ്പോ അവനെ യേശു ക്രിസ്തുവായിരുന്നെങ്കിൽ ഉയർത്തെഴുന്നപ്പോ ക്രിസ്തുവേശുവായി. തിയോളജി മനസ്സിലാകുന്നവർക്ക് മനസ്സിലായി കാണും. വന്നപ്പോൾ അവൻ യേശു ക്രിസ്തുവായിരുന്നെങ്കിൽ, പോയപ്പോൾ പിന്നെ പൗലോസ് അപ്പോസ്തലൻ ലേഖനം എഴുതുമ്പോൾ ഒട്ടുമിക്ക ലേഖനങ്ങളിലും അവൻ എഴുതുന്നത് ക്രിസ്തുവേശുവിന്റെ. ഹല്ലേലൂയ. മനസ്സിലാകുന്നവർ ചേർന്ന് കരങ്ങളെ അഴിച്ചു കർത്താവ് നന്ദി പറഞ്ഞാട്ടെ. കയ്യഫാവേ, കീറിയതെന്താന്ന് അറിയത്തില്ലെങ്കിൽ ഈ കാലഘട്ടത്തിൽ, ഈ തലമുറയിൽ ഞങ്ങൾക്കറിയാം കീറിയത് എന്താണെന്നറിയാമോ? ഒരു കാലഘട്ടത്തിൽ 99 നിന്ന് പോയ ഒന്നാ ഞങ്ങള്. പേര് വിളിക്കാൻ പോലും യോഗ്യതയില്ലാത്ത ജാതി എന്നാ ഞങ്ങളെ വിളിച്ചത്. ഹല്ലേലൂയ. യഹൂദന്റെ പ്രാർത്ഥന എങ്ങനെയാ? ദൈവമേ, ഒരു പട്ടിയായിട്ടും ഒരു ജാതിയായിട്ടും എന്നെ സൃഷ്ടിക്കാത്തതിനായി നന്ദി. ആ വിലയുള്ളൂ എനിക്ക്. ആ വിലയുള്ള എന്നെ അവന്റെ ദേഹമെന്ന തിരശീല കീറി എനിക്ക് വേണ്ടി ഒരു പുതുവഴി തുറന്നു. ആ വഴിയുടെ പേരാ നിത്യജീവൻ. നിത്യജീവ മൊഴികൾ നിന്നിലുണ്ടു പാരനെ. പാടാം. ജീവികൾ നിന്നിലുണ്ടു പാരനെ. നിന്നെ വിട്ടിട്ടാണ് നീയല്ലോ ഞങ്ങൾക്കുള്ള ദിവ്യ സമ്പത്ത് യേശുവേ. നീയല്ലോ ഞങ്ങൾക്കുള്ള ദിവ്യ സമ്പത്ത് യേശുവേ. നീയല്ലോ ആഗ്രഹിപ്പാനാരുമേ. നീയല്ലാതില്ല ഭൂവിൽ ആഗ്രഹിപ്പാനാരുമേ. നീയല്ലോ ഞങ്ങൾക്കുള്ള ദിവ്യ സമ്പത്ത് യേശുവേ. നീയല്ലോ ഞങ്ങൾക്കുള്ള ദിവ്യ സമ്പത്ത് യേശുവേ. നിന്നെ വിട്ടിട്ട് എങ്ങോട്ടാ പോന്നേ? നിന്നെ വിട്ടിട്ട് എങ്ങോട്ടാ പോന്നേ? 99 ആടിനെ വിട്ടിട്ട് ഒരുത്തൻ ഒരാടിൻ്റെ പുറകെ പോയി. ഒരാടിൻ്റെ പുറകെ 99 വിട്ടിട്ട് ഒരാടിൻ്റെ പുറകെ. ആട് ആവശ്യപ്പെട്ടില്ല പുറകെ വരാൻ. ഇടയനങ്ങ് തേടിപ്പോവുക. കണ്ടെത്തി. ആട് ആവശ്യപ്പെട്ടില്ല തിരിച്ച് വീട്ടിൽ കൊണ്ടുവരാൻ. എടുത്ത് എവിടെ ഇട്ടെന്നറിയാമോ? തോളയിലിട്ടു. പക്ഷെ എടുക്കാൻ നേരത്ത് എടുക്കണ്ടെന്ന് പറഞ്ഞില്ല. കിടത്താൻ നേരത്ത് കിടന്നോളാമെന്നും പറഞ്ഞു. എന്നിട്ട് പറഞ്ഞ എന്നാന്നറിയാമോ? ആ ഉപമ നിങ്ങൾ വീട്ടിൽ പോയി വായിക്കണം. തിരിച്ചു വന്നിട്ട് ഇടയൻ അങ്ങ് ആഹ്ലാദിക്കുക.
എന്താ അറിയാം, ഇടയനെ ആഹ്ലാദിക്കുന്നതിനാണ് നാട്ടുകാരെയൊക്കെ വിളിച്ചൊരു ബാങ്ക്വറ്റ് അങ്ങ് കൊടുത്തു. എംപീരിയൽ ബാങ്ക്വറ്റ്. ഒരു മഹാസദ്യ, ഒരു സ്വർഗീയ സദ്യ അങ്ങ് കൊടുത്തു. കാണാതെ പോയതാ കണ്ടു കിട്ടിയെന്ന്. എല്ലാം ആരാ പറയുന്നറിയോ? ഈ കഥയിലെ മുഴുവൻ ഡയലോഗ് ഒരാളാണ് പറയുന്നത്. ഈ തോളെ കിടക്കുന്ന മിണ്ടുന്നേ ഇല്ല. എനിക്കൊരു കാര്യം മനസ്സിലായി. കോളേജിൽ എൻ്റെ സുഹൃത്ത് ഇവിടെ ഇരിപ്പുണ്ട്. ഞങ്ങൾ ഒരു എതിർ കക്ഷികളായി മത്സരിച്ച് SFIയിലും KSUവിലുമായിട്ട് മത്സരിച്ച് എൻ്റെ സുഹൃത്തിനെ ഞാനിന്ന് വിളിച്ചിരുന്നു. ഇവിടെ വന്ന് എൻ്റെ പ്രസംഗം കേൾക്കണം. അദ്ദേഹം വന്നിട്ടുണ്ട്. ഞാൻ KSUവിൻ്റെ മലപ്പുറം ജില്ലാ എക്സിക്യൂട്ടീവ് മെമ്പറായിരുന്നു. മാർത്തോമ കോളേജിലെ യൂണിയൻ സെക്രട്ടറി ആയിരുന്നു, കോളേജ് യൂണിയൻ. പക്ഷേ വിളിച്ച ഉടനെ കയറി കിടന്നു. ഞാൻ പിന്നെ മിണ്ടിയിട്ടേ ഇല്ല. പിന്നെ അവൻ എന്നോട് പറഞ്ഞാനറിയോ, ഇതാ മാനസാന്തരമെന്ന്. ഇങ്ങനെയുള്ളതാ ഞാൻ ദൈവം പറയുന്ന മാനസാന്തരം എന്ന്. കയറി കിടന്നിട്ട് മിണ്ടാതെ അവൻ പറയുന്ന അനുസരിച്ച് അങ്ങ് പോകാൻ. ഹല്ലേലൂയ. ഇതിൻ്റെ പേരാച്ചാ കൃപാന്ന്. ഹല്ലേലൂയ. മനസ്സിലാകുന്നവർ കർത്താവ് ഒരു സ്തോത്രം ചെയ്താട്ട്. ഇന്ന് രാത്രി എത്ര പേർക്ക് ഇതിനെ പുറത്തൊന്ന് കയറി കിടക്കാം? നിൻ്റെ രോഗം മാറും, നിൻ്റെ കടഭാരം വീടും, നിനക്ക് സൗഖ്യം കിട്ടും, വീട് കിട്ടും, വള്ളം കിട്ടും, ഒക്കെ കിട്ടും. മിണ്ടാതെ അങ്ങ് കയറി കിടന്നാൽ മതി. ഞാൻ മിണ്ടാതെ കിടക്കാൻ തുടങ്ങിയിട്ട് കുറേ വർഷങ്ങളായി. ഈ മലമ്പൂരിൽ തന്നെ 10 വർഷമായി മിണ്ടാതെ കയറി കിടക്കുക. മിണ്ടുന്നില്ല. മിണ്ടിക്കാൻ എനിക്ക് ആവശ്യമില്ല. കാര്യം മിണ്ടാൻ ഒരുത്തനുണ്ട്. കയറി കിടന്നവൻ്റെ നാവിൻ്റെ അകത്ത് സ്പീക്കറുണ്ട്, അവൻ്റെ കയ്യിൽ മൈക്രോഫോൺ ഉണ്ട്. പുറകോട്ട് നിന്ന് മിണ്ടി ആര് കേൾക്കാനാ? മുന്നോട്ട് നിൽക്കുന്നവൻ മിണ്ടട്ടെന്ന്. ഹല്ലേലൂയ. ഇന്ന് രാത്രിയിൽ മുന്നോട്ട് നിൽക്കുന്നവൻ മിണ്ടാനായി ഏൽപ്പിച്ചു കൊടുക്കുന്ന ദൈവമക്കളെ ഓർത്ത് ഞാൻ ദൈവത്തിന് നന്ദി പറയാ. അവൻ മിണ്ടട്ടെ. എനിക്ക് വേണ്ടി അവൻ പുതുവഴികളെ തുറപ്പാൻ അവൻ ശക്തനായ പോരാളിയ. അവൻ കാൽവറിയെയും കല്ലറയെയും പാതാളത്തെയും പാപത്തെയും ജയിച്ച ഒരുവനുണ്ടെങ്കിൽ അത് ഞാൻ പ്രസംഗിക്കുന്ന യേശുവാ. ഹല്ലേലൂയ. കയറി അങ്ങ് കിടക്കുക. ഇന്ന് രാത്രിയിൽ എത്ര പേർക്ക് കൈ കൊടുത്തിട്ട് പറഞ്ഞേ കയറി കിടന്നോളാൻ പറ. അവൻ്റെ മാറിലോട്ട് ഒന്ന് കൈ കൊടുത്തെന്ന് പറഞ്ഞാട്ട് ഒരു ഷെയ്ക്കാൻ കൊടുത്തെന്ന് പറഞ്ഞ് അപ്പുറത്തിരിക്കുന്ന ആളോട് കയറി അങ്ങ് കിടക്കാൻ പറ. ഹല്ലേലൂയ. അവൻ നോക്കിക്കൊള്ളും. എനിക്ക് നല്ല ഉറപ്പാ. അവൻ നോക്കിക്കൊള്ളും. ഞാൻ തിരുവല്ലായിൽ നിന്ന് ഇങ്ങോട്ട് പ്രവർത്തനത്തിന് വേണ്ടി വന്നു. എൻ്റെ BD വിദ്യാഭ്യാസം കഴിഞ്ഞതിന് ശേഷം ഞാൻ 3 വർഷം മിഷൻസ് ഇന്ത്യയോട് ചേർന്ന് പ്രവർത്തിച്ച് കഴിഞ്ഞതിന് ശേഷം ഇവിടെ വന്നപ്പോൾ ഞാൻ കർത്താവിനോട് ചോദിച്ചു, ആരെന്നെ സപ്പോർട്ട് ചെയ്യും, ആരെൻ്റെ കൂടെ കൂടും? ഉടനെ കേട്ട ശബ്ദം, ഞാനുണ്ടറാ. ഞാൻ പറഞ്ഞു, മതി, വേറെ ആരും വേണ്ട. ഹല്ലേലൂയ. അപ്പച്ചൻ പാസ്റ്റർ പറഞ്ഞതുപോലെ കഴിഞ്ഞ 10 വർഷമായി നിലമ്പൂരിൽ ഒരു നേരത്തെ വെള്ളത്തിന് മുട്ട് വന്നിട്ടില്ല, ഒരു നേരത്തെ ആഹാരത്തിന് മുട്ട് വന്നിട്ടില്ല. പക്ഷെ ഞാൻ കയറി കിടന്നെന്ന് മാത്രമേ ഉള്ളൂ. എനിക്കൊന്നും പറയാനില്ല ഈ ഗുരുനാഥനോട്. കാര്യം നിത്യജീവൻ്റെ മൊഴി നിൻ്റെ കയ്യിലാണ് ഉള്ളത്. എനിക്കൊറ്റ കാര്യമേ എനിക്ക് പറയാനുള്ളൂ. എനിക്ക് നിന്നെക്കുറിച്ചുള്ള പരിജ്ഞാനം വേണം. പൗലോസ് അപ്പോസ്തലൻ പ്രാർത്ഥിക്കുന്നത് എന്താണെന്നറിയാമോ? ക്രിസ്തുയേശുവിനെ കുറിച്ചുള്ള പരിജ്ഞാനത്താൽ എന്നെ നിറയ്ക്കണമേ. ഹല്ലേലൂയ. മറ്റൊന്നുമല്ല. ഇന്ന് രാത്രികാലം പ്രാർത്ഥിക്കേണ്ടവർ പ്രാർത്ഥിച്ചാട്ട് ആ വെളിപ്പാട് പ്രാപിക്കുമ്പോൾ, ആ പരിജ്ഞാനം പ്രാപിക്കുമ്പോൾ നിന്റെ രോഗത്തിൻ്റെ ശാപത്തിൻ്റെ കെട്ടുകൾ ഇന്ന് രാത്രിയിൽ അഴിയുകയാണ്. ഹല്ലേലൂയ. രോഗത്തിൻ്റെയും ശാപത്തിൻ്റെയും കെട്ടുകൾ അഴിക്കുന്നവൻ അവൻ കാൽവറിയിൽ നിനക്ക് വേണ്ടി ഒരു പുതുവഴി തുറന്നിട്ടുണ്ട്. ആ പുതുവഴിയാണ് അവൻ. ഹല്ലേലൂയ. എനിക്ക് വേണ്ടി സ്വർഗത്തിലേക്ക് കയറിപ്പോയ ഒരു മഹാപുരോഹിതൻ. അവൻ മൽക്കീസദേക്കിന്റെ ക്രമപ്രകാരം എന്നേക്കും ഒരു മഹാപുരോഹിതൻ. അവനാ എൻ്റെ രക്ഷിതാവ്. ഹല്ലേലൂയ. മനസ്സിലാകുന്നവർ ചേർന്ന് കർത്താവിനെ സ്തുതിച്ചാട്ടെ. ഹല്ലേലൂയ. ഞങ്ങൾക്ക് മനസ്സിലായി എന്തിനാ ഇത് കീറിയെന്നുള്ളത്. ഇപ്പോഴാണ് മനസ്സിലായേ. രാവിലെ മനസ്സിലായില്ലായിരുന്നു ഞങ്ങൾക്ക്. ഉച്ച കഴിഞ്ഞപ്പോൾ തിരിഞ്ഞു. എന്തിനാ മനസ്സിലായി? ഇത് മനസ്സിലായവർക്കായി സ്തോത്രം. ഇന്ന് രാത്രിയിൽ ഇവിടെ ഇരിക്കുന്ന ആരെങ്കിലും രക്ഷയുടെ അനുഭവത്തിലേക്ക് വന്നിട്ടല്ല എങ്കിൽ, ജീവിതം വലിച്ചെറിഞ്ഞു കൊടുക്കാമെങ്കിൽ, ഒന്നും ഡിമാൻഡ് ചെയ്യാതെ കൊടുക്കാമെങ്കിൽ, അവൻ ഉയർത്തുന്ന ദൈവമാ. ശത്രുക്കളുടെ മുമ്പിൽ മേശയൊരുക്കുന്ന ദൈവമാ. ഹല്ലേലൂയ. നിന്നെ നിന്ദിച്ചവരുടെ മുമ്പിൽ മേശയൊരുക്കുന്നൊരു ദൈവമാ.
ഒരു പുതുവഴി തുറക്കുവാൻ അവൻ ശക്തനാ. അവൻ 2016 വർഷങ്ങൾക്ക് മുമ്പ് അത് തുറന്നു കഴിഞ്ഞു. എന്നോട് പറഞ്ഞ എന്നാണെന്നറിയാമോ? ഒരു വലിയ ബാങ്കറ്റ് ഉണ്ട്, വന്ന് കഴിച്ചോളാൻ. ഞാൻ വന്നിരിക്കുക അവൻ തന്നതൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട്. ഹല്ലേലൂയ. ഏതൊക്കെ വഴിയിൽ അവൻ എന്നെ കഴിപ്പിക്കണമോ ആ വഴിയിലെല്ലാം കഴിക്കുവാൻ വേണ്ടി ഞാൻ ആഗ്രഹിക്കുന്നു. ഹല്ലേലൂയ. ഇന്ന് രാത്രിയിൽ ഒരു ഡിമാൻഡും ഇല്ലാതെ, ഒരു സ്ഥാനത്തിൻ്റെ പുറകെ പോകാതെ, ഒന്നിൻ്റെയും പുറകെ പോകാതെ, നസ്രേത്തുകാരൻ്റെ പുറകെ മാത്രം പോയാൽ അവൻ ഉയർത്തുന്നൊരു ദൈവമാണ്. ഹല്ലേലൂയ. ഇത് പറഞ്ഞപ്പോൾ യേശുവിൻ്റെ കൂടെ നിന്ന ശിഷ്യന്മാർ യേശുവിനെ വിട്ടുപോയെങ്കിൽ, ഹല്ലേലൂയ, 12 ശിഷ്യന്മാർ അവൻ്റെ കൂടെ നിന്നു. അവസാനം 11 പേര് നിന്നു. അവരുണ്ടല്ലോ, ലോക രാജ്യങ്ങളിൽ അവരെ മാനിച്ചൊരു കർത്താവ് ഇന്നും ജീവനോടുണ്ടെങ്കിൽ ആ ദൈവം നിന്നെ മാനിക്കാതെ പോകത്തില്ല. ഹല്ലേലൂയ. ഹല്ലേലൂയ. ആ ദൈവത്തിന് ഞാൻ സ്തോത്രം ചെയ്യുക. ഹല്ലേലൂയ. വൈദിക, നിനക്ക് മനസ്സിലാകത്തില്ല ഈ ചോദ്യം. എവിടാ നീ പരീക്ഷിച്ച് ചോദിക്കുക. പക്ഷെ ഞങ്ങൾക്കൊരു കാര്യം മനസ്സിലായി, നിന്റെ കയ്യിലാണ് മൊഴികളിരിക്കുന്നത്. ഹല്ലേലൂയ. പാട്ടുകാരൻ ഇങ്ങനെ ഒരു പാട്ട് പാടി, എന്നാന്നറിയാമോ? അവസാനത്തെ ഒരു പാട്ടാ, നല്ല പാട്ടാ, പ്രായമുള്ളവർക്കറിയാം, അപ്പച്ചൻ പാസ്റ്ററിനെ പോലുള്ളവർക്കും ഈ സീനിയേഴ്സ് ആയിട്ടുള്ള ആൾക്കാർക്കൊക്കെ അറിയാം. പക്ഷെ പുതുതലമുറക്ക് അറിയാത്തൊരു പാട്ടാ. പണ്ട് ഞങ്ങൾ ക്രിസ്മസ് പാടി ഇറങ്ങാൻ വേണ്ടി പോകുമ്പോൾ ഓരോ വീടിൻ്റെ മുമ്പിലും പോയി നിന്നുകൊണ്ട് ഈ പാട്ട് പാടുമായിരുന്നു. എന്നാന്നറിയാമോ? വീട് തുറന്നില്ലെങ്കിൽ ഞങ്ങൾ ഈ പാട്ട് പാടുമായിരുന്നു. എന്തിനാണെന്നറിയാം? കളിയാക്കാൻ വേണ്ടി. അതെൻ്റെ ജീവിതത്തിൻ്റെ അനുഭവമായി ഇന്ന് മാറി. എന്താണെന്നറിയാമോ? ആ പാട്ട് നമുക്ക് ചേർന്ന് പാടാം. കൃപയുടെ വാതിലിതാ പൂട്ടുവാൻ തുടങ്ങുന്നു, കൃപയുടെ വാതിലിതാ സോദരരെ ഓടി വന്നാൽ പ്രവേശിക്കാം, സോദരരെ ഓടി വന്നാൽ നിങ്ങൾക്കും പ്രവേശിക്കാം. കൃപയുടെ വാതിലിത പൂട്ടുവാൻ തുടങ്ങുന്നേ, കൃപയുടെ വാതിലിത പൂട്ടുവാൻ തുടങ്ങുന്നേ. സോദരരെ ഓടി വന്നാൽ നിങ്ങൾക്കും പ്രവേശിക്കാം, സോദരരെ ഓടി വന്നാൽ നിങ്ങൾക്കും പ്രവേശിക്കാം. കപ്പലിലുറങ്ങിടുന്ന യോനയെ പോലുള്ളോരെ, കപ്പലിലുറങ്ങിടുന്ന യോനയെ പോലുള്ളോരെ, എത്ര നാളുറങ്ങിടുമോ കർത്താവിപ്പോൾ വന്നിടും, എത്ര നാളുറങ്ങിടുമോ കർത്താവിപ്പോൾ വന്നിടും. കൃപയുടെ വാതിലിത പൂട്ടുവാൻ തുടങ്ങുന്നേ, കൃപയുടെ വാതിലിത പൂട്ടുവാൻ തുടങ്ങുന്നേ. സോദരരെ ഓടി വന്നാൽ നിങ്ങൾക്കും പ്രവേശിക്കാം, സോദരരെ ഓടി വന്നാൽ നിങ്ങൾക്കും പ്രവേശിക്കാം. ലോകമായ കപ്പലിത താഴുവാൻ തുടങ്ങുന്നേ, ലോകമായ കപ്പലിത താഴുവാൻ തുടങ്ങുന്നേ. ഉറങ്ങുന്ന സോദരരെ നിദ്ര വിട്ടുണരുവീൻ, ഉറങ്ങുന്ന സോദരരെ നിദ്ര വിട്ടുണരുവീൻ. കൃപയുടെ വാതിലിത പൂട്ടുവാൻ തുടങ്ങുന്നേ, കൃപയുടെ വാതിലിത പൂട്ടുവാൻ തുടങ്ങുന്നേ. സോദരരെ ഓടി വന്നാൽ നിങ്ങൾക്കും പ്രവേശിക്കാം, സോദരരെ ഓടി വന്നാൽ നിങ്ങൾക്കും പ്രവേശിക്കാം. കൃപയുടെ വാതിൽ പൂട്ടാൻ തുടങ്ങുക. കൃപയുടെ വാതിൽ പൂട്ടുവാൻ സമയം ഇനി അധികമില്ല. പക്ഷേ അതിനു മുമ്പേ അതിനകത്ത് പ്രവേശിച്ചവർക്കായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുക. കയ്യഫാവ് കീറിയ വസ്ത്രം 1000 രൂപ വില വരുന്ന വസ്ത്രമാണ് അവനിട്ടിരിക്കുന്ന വസ്ത്രം. 1000 കാരണം കല്ലുകൾ, അതിനകത്ത് വെച്ചിരിക്കുന്ന കല്ലുകൾ 12 വളരെ വില പിടിപ്പുള്ളതാണ്. ഇട്ടിരിക്കുന്ന വസ്ത്രത്തിന് ഭയങ്കര വിലയാണ്. ആ വസ്ത്രം അവൻ അറിയാതെ അങ്ങ് കീറി. എന്നാൽ കാൽവറി ക്രൂശിൽ എനിക്ക് വേണ്ടി ഒരുത്തൻ, ഈ ലോകത്തേക്കാൾ വലിയവനായവൻ, എനിക്കും നിനക്കും വേണ്ടി ആ വസ്ത്രത്തേക്കാൾ വിലപിടിപ്പുള്ള മറ്റൊന്ന്, അവൻ്റെ ദേഹം എനിക്കും നിനക്കും വേണ്ടി കീറി. അതാ ഏറ്റവും വലിയ യാഗം. എന്നിട്ട് അവൻ ഇന്ന് പിതാവിൻ്റെ വലത്ത് ഭാഗത്ത് ഇരിക്കുക. എന്നാന്നറിയോ? എനിക്കും നിനക്കും വേണ്ടി ശുശ്രൂഷ ചെയ്യുന്നവൻ. എബ്രായ ലേഖനത്തിൻ്റെ അകത്ത് ഇങ്ങനെ എഴുതിയിട്ടുണ്ട്, തനിക്ക് വേണ്ടി കാത്തു നിൽക്കുന്നവരെ ചേർപ്പാൻ അവൻ വീണ്ടും വരും. എന്താ തനിക്ക് വേണ്ടി കാത്തു? ഞാൻ ആദ്യം പറഞ്ഞു, യോഹന്നാൻ ശുശ്രൂഷയ്ക്ക് വേണ്ടി
സെക്കരിയാവ് ശുശ്രൂഷയ്ക്ക് വേണ്ടി പോകുമ്പോൾ പുറമേ നിന്നുകൊണ്ട് ആൾക്കാർ പ്രാർത്ഥിക്കുക, തിരിച്ചു വരണേന്ന്, തിരിച്ചു വരണേ, തിരിച്ചു വരണേ, തിരിച്ചു വരണേ, തിരിച്ചു വരണേ. എൻ്റെ മഹാപുരോഹിതൻ പിതാവിൻ്റെ അടുക്കലേക്ക് കയറിപ്പോയി. ഞാനിവിടെ പ്രാർത്ഥിക്കുക, തിരിച്ചു വരണേ. അവന് മാത്രം പ്രിയം വെച്ചുകൊണ്ട്, അവനെ മാത്രം നോക്കിക്കൊണ്ട് ഞാൻ നിൽക്കുക. അവന് വേണ്ടി കാത്തു നിൽക്കുന്നവർ, അവന് വേണ്ടി മാത്രം കാത്തു നിൽക്കുന്നവരെ ചേർപ്പാൻ, കാറിൻ്റെയും വള്ളത്തിൻ്റെയും പിന്നാലെ പോകുന്നവർ അവന് വേണ്ടി അവന് വേണ്ടി അവന് വേണ്ടി അവന് വേണ്ടി കാത്തു നിൽക്കുന്നവരെ ചേർപ്പാൻ അവൻ രണ്ടാമത് പ്രത്യക്ഷമാകും. ആ മഹത്വ പ്രത്യക്ഷതയ്ക്കായി കാത്തു നിൽക്കുന്ന ദൈവമക്കൾ ചേർന്നൊന്ന് എഴുന്നേറ്റ് നിന്നാട്ട്. ഹല്ലേലൂയ. അവൻ്റെ ആ മഹത്വ പ്രത്യക്ഷതയ്ക്കായി, അവൻ്റെ വരവിന് വേണ്ടി കാത്തു നിൽക്കുന്ന ദൈവമക്കൾ ഇന്ന് രാത്രിയിൽ ഒന്ന് എഴുന്നേറ്റ് നിന്നാട്ട്. എന്നിട്ടൊന്ന് കർത്താവേ, എനിക്ക് നിന്നെ ഇഷ്ടമാണ്. ഇതൊന്ന് പറയാമോ? സൈക്കോളജിയന്മാർ, അതായത് സൈക്കാട്രിസ്റ്റുകൾ പറയുന്നൊരു കാര്യം എന്താണെന്നറിയാമോ? അവരാദ്യം ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്. നിങ്ങൾ നിങ്ങളുടെ അപ്പനും അമ്മയും കൂടെ അപ്പനും മകനും കൂടെ വഴക്കുണ്ടാക്കി ചെന്നാൽ ആദ്യം ചോദിക്കും, നിങ്ങൾ നിങ്ങളുടെ മകനെ കെട്ടിപ്പിടിച്ചിട്ട് എത്ര നാളായി? മകനെ കെട്ടിപ്പിടിച്ചിട്ട് അതെന്തിനാ? സ്നേഹം കൈമാറുന്നത് അങ്ങനെയൊക്കെയാണ്. അപ്പോൾ പറയും, അതെൻ്റെ ചെറുപ്പത്തിൽ എൻ്റെ കുഞ്ഞ് പാല് കുടിക്കുമ്പം കെട്ടിപ്പിടിച്ചതാണ്, പിന്നെ ഇതുവരെ കെട്ടിപ്പിടിച്ചിട്ടില്ല. ബന്ധം അന്ന് നഷ്ടപ്പെട്ടതാ. ഞാൻ പറയട്ടെ, അപ്പനും മകനും ബന്ധമുണ്ടെങ്കിലുണ്ടല്ലോ, കൊച്ചൻ എത്ര വലുതായാലും കൊച്ചൻ അപ്പൻ്റെ മടിയിലൊന്ന് കയറിയിരിക്കുന്ന ഒരു സുഖമാണ്. ഹല്ലേലൂയ. ഇന്ന് രാത്രിയിൽ ആ പ്രിയൻ്റെ മടി കെട്ടിപ്പിടിച്ചിട്ട് പറ, നീ മതി കർത്താവേ, എനിക്ക് നീ മതി കർത്താവേ, നീ മതി. ഇന്ന് രാത്രിയിൽ എത്ര പേർക്ക് അത് പറയാൻ പറ്റും? നീ മതി, നീ മതി, എനിക്ക് നീ മതി കർത്താവേ, എനിക്ക് വേറെ ഒന്നും വേണ്ട കർത്താവേ. കൃപയുടെ വാതിൽ പൂട്ടുന്നതിന് മുമ്പ് നിന്റെ മടി എൻ്റെ വിശ്രമ സ്ഥലമായി ഓരോ ദിവസവും ജീവിക്കണമെന്നുള്ളതാണ് എൻ്റെ ആഗ്രഹം കർത്താവേ. കർത്താവ്, എനിക്ക് മറ്റൊന്നുമല്ല വേണ്ടത്. നിത്യജീവന്റെ മൊഴികളുള്ള നീ മാത്രമേ ഞാൻ ഈ ലോകത്തിൽ കണ്ടിട്ടുള്ളൂ, നിന്നെ മാത്രമേ കണ്ടിട്ടുള്ളൂ കർത്താവേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. എത്ര പേർ ഇന്ന് രാത്രിയിൽ നീ തീരുമാനം പറയുമ്പോൾ, അവനെ കയറി കെട്ടിപ്പിടിക്കുമ്പോൾ, നിന്റെ അകത്തുനിന്ന് ഒരുവൻ പറഞ്ഞു, എന്താ പറയുന്നറിയാമോ? ഇവന് വിവരം വെച്ചടാ, ഞാൻ പോവാ. ഹല്ലേലൂയ. ഇവന് വിവരം വെച്ച്, ഇവന് അപ്പനെ കയറി കെട്ടിപ്പിടിച്ചടാ, ഇവന് വിവരം വെച്ചടാ. ഇവന് ഇനി കൊടുക്കാൻ പോകുന്നത് ചെരുപ്പും മോതിരവും വസ്ത്രവും ഒക്കെയാ. അതുകൊണ്ട് ഞാൻ പോകുകയാണെന്നേ. ഇന്ന് നിന്റെ അകത്തുനിന്ന് നിന്നെ ദുഷ്ടപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ദുഷ്ടപ്പിശാച് അറിയുവാൻ ഒരുവനാണ്. അവനെ കയറി കെട്ടിപ്പിടിച്ചാൽ മാത്രം മതി, ഒരു ദൈവദാസനും കൈവെക്കണ്ട. ഹല്ലേലൂയ. നീ അവനെ കെട്ടിപ്പിടിച്ചാൽ, ദൈവദാസന്മാരെക്കാൾ വലിയവൻ. ഞാൻ ദൈവദാസന്മാരെ മാനിക്കുന്നു, പക്ഷേ അതല്ല, എന്നേക്കാൾ ദൈവദാസന്മാരെക്കാൾ വലിയവൻ. ഞങ്ങൾ തൊട്ടതും കണ്ടതുമായ ഒരുത്തൻ അവനുണ്ട്. അവൻ ഈ ലോകത്തിലുള്ളവനേക്കാൾ വലിയവന്. അവന്റെ പേര് യേശു. ഇന്ന് രാത്രിയിൽ എത്ര പേർക്ക് അവനെ കെട്ടിപ്പിടിച്ച് ഉമ്മ വെച്ചിട്ട് പറയാം, പ്രാണപ്രിയ നീ മതി എനിക്ക് കർത്താവേ, പ്രാണപ്രിയ എനിക്ക് നീ മതി. ഇന്ന് രാത്രിയിൽ അത് പറയുമ്പോൾ രോഗത്തിന്റെ ബന്ധനങ്ങൾ അഴിയുക, ശാപത്തിന്റെ ബന്ധനങ്ങൾ അഴിയുക. ഹല്ലേലൂയ. എത്ര പേർക്ക് പറയാൻ പറ്റും? ഹല്ലേലൂയ. എത്ര പേർ പ്രാർത്ഥിക്കും, കർത്താവേ, എനിക്ക് നിന്നെ കുറിച്ചുള്ള പരിജ്ഞാനമാ വേണ്ടതാ. ഈ പ്രാർത്ഥന വളരെ കുറവാണ്. ഇന്ന് എത്ര പേര് കാറ് വേണമെന്ന് ചോദിച്ചപ്പോൾ കൈപൊന്തിക്കും ആൾക്കാർ? എത്ര പേർക്ക് വീട് വേണമെന്ന് ചോദിച്ചാൽ കൈപൊന്തിക്കും? എത്ര പേർക്ക് രോഗസൗഖ്യം വേണം? എല്ലാം വേണം, ഇതൊക്കെ സൗഖ്യം സംഭവിക്കും. പക്ഷേ എത്ര പേർക്ക് നിത്യജീവൻ വേണം? ഇവനെ വേണം. എനിക്ക് അവനോട് പറയാനുള്ള ഒറ്റ കാര്യം, എനിക്ക് ഇവനെയാ വേണ്ടത്. കാര്യം എന്നാ, ഇവനിൽ എല്ലാം ഉണ്ട്. ഇവനിൽ വന്നു കഴിഞ്ഞാൽ ഇവൻ എന്നെ പരിപൂർണനാക്കും. ഹല്ലേലൂയ. അവനിൽ വന്നു കഴിയുമ്പോൾ ഞാൻ പരിപൂർണനാ. ഹല്ലേലൂയ. ഒരു ശക്തിക്കും എന്നെ തൊടാൻ പറ്റത്തില്ല. ഒരു മന്ത്രവാദത്തിനും ഒരു കൂടോത്രത്തിനും ഒരു ചെയ്ത്തിനും എന്നെ തൊടാൻ പറ്റത്തില്ല. കാരണം എന്നാന്നറിയാമോ? എൻ്റെ അകത്തുള്ളവൻ ഈ ലോകത്തിലുള്ളവനേക്കാൾ വലിയവനാ. ഹല്ലേലൂയ. എത്ര പേർ ഇത് വിശ്വസിക്കുന്നത്? എൻ്റെ അകത്തുള്ളവൻ. അതുകൊണ്ട് പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞ്, തലമുറകൾക്കും പൂർവന്മാർക്കും മറഞ്ഞു കിടന്ന മർമ്മം ഈ അന്ത്യകാലത്ത് എനിക്കും നിങ്ങൾക്കും വെളിപ്പെട്ടു. അതെന്താണെന്നറിയാമോ? അവൻ എൻ്റെ അകത്തിരിക്കുന്നു.
ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാൻ ചർച്ചയിൽ പറയാറുള്ള ഒരു കാര്യമുണ്ട്, ഒന്ന് തൊട്ട് നോക്ക്, വിവരമറിയാം എൻ്റെ അപ്പൻ ചോദിക്കാനുണ്ടെന്ന്. ഹല്ലേലൂയ. ഇന്ന് രാത്രിയിൽ എത്ര പേരത് പറയും? ഒന്ന് തൊട്ട് നോക്ക്, വിവരമറിയും. ഹല്ലേലൂയ. അവന്റെ കണ്ണിന്റെ കൃഷ്ണമണിയെ തൊടുന്നതിന് തുല്യമാ. എന്നെ ഒന്ന് തൊട്ട് നോക്ക്. ഇന്ന് പകൽക്ക് രാത്രികാലം എത്ര പേർ പറയും, എന്നെ ഒന്ന് തൊട്ട് നോക്ക്, പിശാചേ ഒന്ന് തൊട്ട് നോക്ക്, നീ വിവരമറിയും. കാര്യം എന്നറിയാമോ? അവൻ എന്നെ വീണ്ടെടുത്തത് വെള്ളി, പൊന്ന് എന്നീ അഴിഞ്ഞു പോകുന്ന വസ്തുക്കളെ കൊണ്ടല്ല, അവൻ നിർദോഷവും നിഷ്കളങ്കവുമായ കുഞ്ഞാടിന്റെ വിലയേറിയ ഹല്ലേലൂയ ഹാബേലിന്റെ രക്തത്തെക്കാൾ ഗുണകരമായി. എന്താ ഹാബേലിന്റെ രക്തം? അവനെ കൊല്ലെന്ന് പറയുമ്പോൾ എന്താ കുഞ്ഞാടിന്റെ രക്തം? വീണ്ടെടുക്ക എന്ന് പറയുന്ന രക്തം ഹാബേലിന്റെ രക്തത്തെക്കാൾ ഗുണകരമായി സംസാരിക്കുന്ന ഒരു രക്തം. ആ രക്തം ഇന്ന് എന്നെ വീണ്ടെടുത്തിരിക്കുക. തൊടാൻ പറ്റത്തില്ല ഒരുത്തരും. ഹല്ലേലൂയ. ഇന്ന് ദേശാധിപതി ശക്തിയോട് നമുക്ക് വിളിച്ചു പറയാം, ഈ മലപ്പുറം ജില്ലയെ പിശാച് നിനക്ക് തൊടാൻ പറ്റത്തില്ല. ഈ നിലമ്പൂരിനെ തൊടാൻ പറ്റത്തില്ല. ഇവിടുത്തെ ദൈവസഭകൾ വളരാൻ പോകുക. എല്ലാ ദൈവസഭകളും വളരാൻ പോകുക. ഹല്ലേലൂയ. ദൈവസഭകൾ മുഴുവൻ വളരാൻ പോകുക. ഒന്ന് തൊട്ടുന്ന കാരണം എന്നാണ്? ഇതിന്റെ ഉടയവൻ അവനാ. അവന്റെ പേര് യേശുനാ. ഹല്ലേലൂയ. ഇന്ന് രാത്രിയിൽ എത്ര പേർ അത് പറയും? പിശാചേ, മലപ്പുറം ജില്ലയിൽ നിന്റെ കളി നിർത്തിയേക്ക്. കാര്യം ഒരുവൻ വന്നിട്ടുണ്ട്, അവന്റെ പേര് യേശു ക്രിസ്തു. അവൻ ഈ സഭകളെ മുഴുവൻ പ്രാർത്ഥിക്കും, അവൻ അനുഗ്രഹിക്കും. ഹല്ലേലൂയ. ഞാൻ പറയട്ടെ, ദൈവത്തിന്റെ ആത്മാ പറയുന്നു, ദൈവദാസന്മാർ വളരെ കഷ്ടപ്പെട്ട് നിൽക്കുന്ന ചില ദൈവദാസന്മാർ, ശുശ്രൂഷയിലായിരിക്കുന്ന ചില ദൈവദാസന്മാർ ദാരിദ്ര്യത്തിന്റെ പിടിയിൽ അകപ്പെട്ട് നിൽക്കുന്നു. ഇന്നു മുതൽ ഞാൻ പറയട്ടെ, നിന്റെ ദാരിദ്ര്യത്തെ പൊട്ടിച്ച് അവന്റെ ജീവന്റെ സമൃദ്ധി ഇന്ന് രാത്രിയിൽ നിന്റെ വീടിന്റെ അകത്തേക്ക് വരികയാ. ഹല്ലേലൂയ. ഏറ്റെടുത്തോട്ടെ. കർത്താവേ, ഈ ദൈവം അതിശയങ്ങളുടെ ദൈവമാ. ഈ ദൈവം യേശു അത്ഭുതം ചെയ്യുന്നു. ഇന്ന് രാത്രിയിലും യേശു ഇവിടെ അത്ഭുതം ചെയ്യുകയാ. ഹല്ലേലൂയ, ഹല്ലേലൂയ. എത്ര പേര് പറയും എനിക്ക് യേശു മതിയെന്ന്? നീ മാത്രം മതി കർത്താവേ എന്ന് എത്ര പേര് പറയും? ഇന്ന് രാത്രിയിൽ എത്ര പേർക്ക് പറയാൻ പറ്റും, എനിക്ക് വേറെ ഒന്നും വേണ്ട കർത്താവേ, നീ മതി? ആ സമയം നിന്റെ രോഗത്തിന്റെ ബന്ധനം അഴിയുക. ആ സമയം നിന്റെ ശാപത്തിന്റെ ബന്ധനം അഴിയുക. ഹല്ലേലൂയ. ഇന്ന് രാത്രിയിൽ കെട്ടുകൾ പൊട്ടുന്ന രാത്രിയാ. ഇന്ന് രാത്രി ശാപബന്ധനങ്ങൾ പാരമ്പര്യമായി ഒന്നിന് പുറകെ ഒന്നായിട്ട് കയറി വന്നിരിക്കുന്ന ശാപങ്ങൾ പൊട്ടിക്കുവാൻ അവൻ 2016 വർഷങ്ങൾക്ക് മുമ്പ് വഴിയൊരുക്കി കഴിഞ്ഞിരിക്കുന്നു. അത് നീ അറിഞ്ഞാൽ മാത്രം മതി. അതെൻ്റെ വഴിയാന്ന് പറഞ്ഞാൽ മാത്രം മതി. അത് നിൻ്റേതായി തീരുകയായി ഇന്ന് രാത്രിയിൽ. ഹല്ലേലൂയ. ഇന്ന് നമുക്ക് ഒരുമിച്ച് ഒരു കൈ നെഞ്ചോട് ചാരി വെച്ചിട്ട് ഒരു കൈ സ്വർഗത്തിലേക്ക് പിടിച്ചോണ്ട് നമുക്ക് പറയാം, നീ മാത്രം മതി കർത്താവേ, നീ മാത്രം മതി, നീ മാത്രം മതി, നീ മാത്രം മതി എനിക്ക്. യേശു മാത്രം മതി, യേശു മാത്രം മതി, യേശു മാത്രം മതി എനിക്ക്. എത്ര പേർ പറയും ഈ വാചകം? യേശു മാത്രം മതി. ചേർന്ന് പറയാം. യേശു മാത്രം മതി. നിന്നെ ഇനി പിശാചിന് തൊടാൻ പറ്റത്തില്ല. ഇന്ന് നീ ഇത് തിരിച്ചറിയും. ഒരു കൂടോത്രത്തിനും നിന്റെ അടുക്ക വരാൻ പറ്റത്തില്ല. ഒരു മന്ത്രവാദത്തിനും നിന്നെ തൊടാൻ പറ്റത്തില്ല. നീ ഒരുവന്റെ പൈതലായി മാറി. അത് വർഷങ്ങൾക്ക് മുമ്പാകാം, ഒരുപക്ഷെ ഇന്നാകാം, പക്ഷെ നിന്നെ ഒരു ശക്തിക്കും ഇന്ന് തൊടാൻ പറ്റത്തില്ല. യേശു മാത്രം മതി, യേശു മാത്രം മതി, യേശു മാത്രം മതി എനിക്ക്. ചേർന്ന് പാടാം ഒരിക്കൽ കൂടെ. യേശു മാത്രം മതി. ചേർന്ന് പാടിയാട്ടെ, യേശു മതിയെന്ന്. യേശു മാത്രം മതി, യേശു മാത്രം മതി എനിക്ക്. ഒരിക്കൽ കൂടെ ആ വരികൾ പാടാം. യേശു മാത്രം മതി. ഹല്ലേലൂയ. യേശു മാത്രം മതി. Thank you, Master. യേശു We worship you, we adore you, we worship you, Lord. We give all glory and honor to you, Lord. We bless your name, Lord. We appreciate you, Lord. യേശു We give all glory to you, Lord. യേശു മാത്രം. You
are alone to be worshipped. യേശു മാത്രം മതി, യേശു മാത്രം മതി, യേശു മാത്രം മതി എനിക്ക്. കർത്താവിന്റെ നടുവിൽ അത്ഭുതങ്ങൾ നടക്കുന്നതിനായി സ്തോത്രം. വചനത്താലുള്ള വിടുതൽ നടക്കുന്നതിനായി സ്തോത്രം. ദൈവത്തിന്റെ വചനത്താലുള്ള വിടുതൽ നടക്കുന്നതിനായി സ്തോത്രം. കർത്താവ് വലിയ അത്ഭുതങ്ങൾ ഇതിന്റെ നടുവിൽ നടക്കുന്നതിനായി സ്തോത്രം. രോഗികൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ രോഗമുള്ള ഭാഗത്തെ കൈവച്ചാട്ട, രോഗമുള്ള ഭാഗത്തെ കൈവച്ചാട്ട, രോഗമുള്ള ഭാഗത്തെ കൈവച്ചാട്ട. യേശു ഇപ്പോൾ നിന്നെ സൗഖ്യമാക്കുകയാണ്. ആ രോഗമുള്ള ഭാഗത്തെ കൈവച്ചാട്ട. യേശുവേ എന്നൊരു വിളി വിളിക്കുന്ന നിന്റെ അന്തരാത്മാവിൽ നിന്ന് അവൻ സൗഖ്യമാക്കുക. അവൻ നിന്നെ സൗഖ്യമാക്കുക. വർഷങ്ങളായിട്ടുള്ള ആസ്മ ഇതിന്റെ നടുവിൽ നിന്ന് വിട്ടുപോകുന്നു. ഹല്ലേലൂയ. യേശുക്രിസ്തുവിന്റെ നാമത്തിൽ മൈഗ്രെയിൻസ് യേശു അഴിക്കുന്നു ഇതിന്റെ നടുവിൽ. ആമേൻ, 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 ആമേൻ. യൂട്രസ് സംബന്ധമായ രോഗങ്ങൾ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ അഴിയുകയാണ് ഇന്ന് രാത്രിയിൽ. ഹല്ലേലൂയ. യേശു നിന്നെ തൊടുകയാ. ഓ, യേശു നിന്നെ തൊടുകയാ. ഹല്ലേലൂയ. അവൻ ജീവന്റെ ഉറവിടമാ. അവനെ പോലെ വേറെ ആരുമില്ല. യേശുക്രിസ്തുവിന്റെ നാമത്തിൽ, ക്രിസ്തുയേശുവിന്റെ നാമത്തിൽ എല്ലാ രോഗശാപ ബന്ധനങ്ങളും ഇന്ന് രാത്രിയിൽ അഴിഞ്ഞു മാറുവാൻ കൽപ്പിക്കുന്നു കർത്താവേ, നിന്റെ അധികാരമുള്ള നാമത്തിൽ. കർത്താവ് അങ്ങനെ ചെയ്തതിനായി സ്തോത്രം. യേശുക്രിസ്തുവിൻ നാമത്തിൽ തന്നെ കരങ്ങളെ അടിച്ച് കർത്താവിനെ സ്തുതിച്ചാട്ടെ. എല്ലാവരും കരങ്ങളെ അടിച്ച് ഹല്ലേലൂയ. ഇരിക്കാം, അതാസ്ഥാനങ്ങളിൽ ഇരിക്കാം. താങ്ക് യു, താങ്ക് യു, താങ്ക് യു. ഞങ്ങൾക്കൊരാഗ്രഹം. പാസ്റ്റേഴ്സ്, വുഡ് യു പ്ലീസ് പ്രേ ആൻഡ് ബ്ലെസ് us? ഞങ്ങളെ ഒന്ന് പ്രാർത്ഥിച്ച് അനുഗ്രഹിക്കാമോ? വുഡ് യു പ്ലീസ് കം ഫോർവേഡ്? പ്ലീസ് ദൈവദാസന്മാർ മുന്നോട്ട് കടന്നു വരാമെങ്കിൽ, ഈ സഭയെ ഒന്ന് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കാമെങ്കിൽ നിങ്ങളുടെ അനുഗ്രഹം ഞങ്ങൾക്ക് ഏറ്റവും അത്യാവശ്യമാണ്. ഒറ്റ ആഗ്രഹമേ ഉള്ളൂ, മത്സരമല്ല. സഭയൊന്ന് വളർന്നു കാണണം, അത്രയേ ഉള്ളൂ. ഞങ്ങളെ ഒന്ന് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കാമോ? യേശു മാത്രം, യേശു മാത്രം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. Praise the Lord. കരങ്ങളെ കോർത്തു പിടിക്കാം.